गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ओम श्रीनारायण परमगुरुवे नमः. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദപത്മങ്ങളിൽ എൻ്റെ വിനീത പ്രണാമം. ഒപ്പം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ സുദിനം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദപത്മങ്ങളിൽ അവിടുത്തെ തൃക്കരങ്ങളാൽ വിരചിതമായ ദൈവദർശനം എന്ന പ്രാർത്ഥനാ ഗീതം ആലപിച്ചുകൊണ്ടാണ് ഇന്ന് അറിവ് നേടാനായി നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മളിന്ന് ഒമാനിൽ ജീവിക്കുമ്പോൾ നിയമപരമായ എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് കടന്നു വന്നാലും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് പ്രസാദേട്ടനാണ്. അദ്ദേഹത്തിൽ നിന്നും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് നിഷ ശങ്കർദാസിൽ നിന്നും നിയമപരമായ എല്ലാ അറിവുകളും പകർന്നു കിട്ടാൻ പോകുന്ന ഒരു സുലഭ നിമിഷമാണ്. അതോടൊപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഒരു സൈക്കോളജിക്കൽ ക്ലാസ് നമുക്ക് ശ്രീമതി ഡോക്ടർ സിന്ധു അനീഷിൽ നിന്നും പകർന്നു കിട്ടാൻ പോകുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ഒരു ഭാഗ്യമാണ് നമുക്കിന്ന് കൈവന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്, വിവിധ ജോലികൾ ചെയ്യുന്നവരാണ്, വിവിധ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മളെല്ലാം കോർത്ത് നിൽക്കുന്ന, നമ്മളെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു വികാരമായി, ഒരു വിശ്വാസമായി ഗുരു നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നു. മുത്തുകൾ കോർത്തിടുവാൻ നൂല് എപ്രകാരം ആവശ്യമായിരിക്കുന്നുവോ അതുപോലെ ആളുകൾ ഒത്തുകൂടുവാൻ, ആളുകളെ ഒന്നിപ്പിക്കാൻ നൂല് അത്യാവശ്യമാണ്. അല്ലെ, മുത്തുകൾ എത്ര അധികം ഉണ്ടായിരുന്നാലും അവ എത്ര മൂല്യമുള്ളതായാലും അവയെ കോർത്തെടുക്കാൻ അല്ലെങ്കിൽ മനോഹരമായ ഒരു മാല ആക്കി മാറ്റുവാൻ നൂല് അത്യാവശ്യമാണ്. അതുപോലെയാണ് നമ്മൾ ആളുകളെല്ലാവരും ഒത്തുകൂടുവാൻ ശ്രീനാരായണ ഗുരു എന്ന ആത്മീയ പ്രചോദനം നമുക്ക് അനിവാര്യമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എല്ലാവരും നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ശ്രീനാരായണ ഗുരുവിനോട് അഗണങ്കമായ വിശ്വാസവും സ്നേഹവും ഭക്തിയുമുണ്ട്. ഇതൊന്നും നമ്മൾ ഗുരുവിനെ പഠിച്ചിട്ടോ അല്ലെ ഗുരുവിന്റെ കൃതികൾ വായിച്ചിട്ടോ അല്ല, നമ്മൾ പോലും അറിയാതെ, അല്ലെ, നമ്മളെല്ലാവരും തിരിഞ്ഞു നോക്കിയാൽ അങ്ങനെയാണ്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഗുരു ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. കാരണം നമ്മൾ ആവശ്യപ്പെടാതെ, നമ്മൾ അറിയാതെയാണ് ഗുരു നമ്മുടെ ഹൃദയത്തിലേക്ക് ചിരപ്രതിഷ്ഠ നേടുന്നത്. ഇതുപോലെ നമുക്ക് ദൈവദർശനത്തിന്റെ ആദ്യത്തെ മന്ത്രത്തിലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. അല്ലെ, നമ്മൾ നമ്മുടെ ജീവിതത്തില് നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ എത്രയോ തവണ ദൈവദർശനം ആലപിച്ചിട്ടുണ്ട്. അങ്ങനെ അളവറ്റ തവണ ആലപിച്ച ദൈവദർശനത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അടക്കം ചെയ്തിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. എന്താണ് ആ രഹസ്യം? കൈവിടാതെ കാത്തുകൊള്ളണം എന്നാണ് പ്രാർത്ഥന. അല്ലെ, നമ്മളാരും ആവശ്യപ്പെടാതെ, നമ്മളാരും യാതൊരുവിധ ഓഫറുകളും ചെയ്യാതെ ദൈവം നമ്മുടെ കൈ പിടിച്ചിരിക്കുകയാണ്. അതായത് ഒരു അച്ഛൻ കുഞ്ഞിന്റെ കരം ഗ്രഹിച്ച് കൈ പിടിച്ച് കുഞ്ഞിനെ സുരക്ഷിതമാക്കുന്നത് പോലെ ദൈവം നമ്മുടെ കരം ഗ്രഹിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവദർശനത്തിന്റെ മഹത്വവും പ്രാധാന്യവും എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല, അല്ലെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് ദൈവദർശനം കടന്നു വരികയാണ്, ഒരു മുൻവിധിയുമില്ല. അപ്പോൾ നോക്കൂ, നമ്മൾ ആവശ്യപ്പെടാതെ, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം കടന്നു വരുന്നു, അല്ലെ ദൈവം നമ്മൾ അറിയാതെ നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ദൈവദർശനത്തിന്റെ ആദ്യ വരികളിലൂടെ ഒരു അനാവരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഗുരു ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. അല്ലെ, നമ്മൾ ഒരു നൂറ്റാണ്ടായി നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ അങ്ങനെയാണ്. നമുക്ക് പണ്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു ദർശനമല്ല നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ഗുരുവിനെ കുറിച്ചുള്ളത്.
മുമ്പോട്ട് പോകും തോറും നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഗുരു കടന്നു വരികയാണ്. ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതെ ഇങ്ങ് ഇവിടെ ഞങ്ങളെ എന്ന് എന്തുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് മനസ്സമാധാനം കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെ? മനസ്സമാധാനം ഉള്ള ഒരാൾക്ക് ദൈവമേ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആ മനസ്സമാധാനത്തിൽ അങ്ങ് ജീവിച്ചു പോയാൽ മതി. അപ്പോൾ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവമേ എന്ന് വിളിക്കേണ്ടി വരുന്നത്. അപ്പൊ അവിടെ ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരു ആവിവൻ തോണി നീ പദം. അതായത് ഗുരു ഇവിടെ പറയുന്നത് നമ്മുടെ എല്ലാം ഒരു നാവിക സ്ഥാനമുണ്ട്. ആ നാവിക സ്ഥാനത്ത് നമ്മൾ സ്വയം ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത്, അല്ലെ? നമ്മൾ തീരുമാനിക്കും, മറ്റുള്ളവരനുസരിച്ചാൽ മതി. നമ്മൾ തീരുമാനിക്കും, മറ്റുള്ളവരനുസരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർ അനുസരിക്കാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യമുണ്ടാകും. സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്? അപ്പോൾ നമ്മൾ കുഞ്ഞായി ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ വളർന്നു വരുന്ന ആ പ്രായത്തോടൊപ്പം തന്നെ നമ്മളിൽ അഹങ്കാരവും വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീരുമാനിക്കും, നിങ്ങൾ അനുസരിച്ചാൽ മതി എന്ന് നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മൾ പറയുന്നത്. അപ്പോൾ നാം പറയുന്നത് അനുസരിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ദേഷ്യം വരും, നമുക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ ഗുരു നമ്മളോട് ഉണർത്തിക്കുകയാണ്, നിങ്ങളുടെ നാവിക സ്ഥാനത്ത് ഒരു കൂട്ടനിവാര്യമാണ്, നാവിക സ്ഥാനത്ത് ഒരു വെളിച്ചം അനിവാര്യമാണ്. ആ നാവിക സ്ഥാനത്ത് നമ്മൾ ദൈവത്തെ ഇരുത്തണം എന്നാണ് ദൈവദർശനത്തിന്റെ ആദ്യ മന്ത്രത്തിൽ ഗുരു നമ്മളെ ഉണർത്തിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഗുരു കടന്നു വന്നുകൊണ്ട് ഗുരു നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ആഴമേറും നിൻമഹസ്സാമാഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവദർശനത്തിന്റെ ആദ്യത്തെ മന്ത്രത്തിലും ദൈവദർശനത്തിന്റെ അവസാന മന്ത്രത്തിലും സമുദ്രമുണ്ട്. ആദ്യത്തെ മന്ത്രത്തിലേത് ഭവസാഗരമാണ്, ദുഃഖസമുദ്രമാണ്. അവസാന മന്ത്രത്തിലേത് ദൈവത്തിന്റെ ചൈതന്യ സാഗരമാണ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിലെ ഭവസാഗരത്തിൽ നിന്ന്, ദുഃഖസമുദ്രത്തിൽ നിന്ന് കരകയറി ദൈവത്തിന്റെ ആനന്ദ സമുദ്രത്തിൽ എത്തിച്ചേരണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ജീവിതയാത്രയുടെ മനോഹരമായ ആവിഷ്കാരമാണ് ദൈവദർശനം. ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖനാദക്ഷന എന്ന ദർശനമാലയിലും അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇന്ന് സദാപി ചെയ്തിടുന്നു എന്ന് ആത്മോപദേശ ശതകത്തിലും പറയുന്നത്, നമ്മൾ ആനന്ദമാകുന്ന ആ സുഖത്തെ പ്രാപ്തമാക്കാൻ ഭക്തിയെ മാർഗമാക്കുക. ഭക്തി നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. ആത്മാനുസന്ധാന ഭക്തി എന്നാണ് ദർശനമാലയിൽ ഗുരു നിർവചിച്ചിരിക്കുന്നത്. ആത്മാവിനെ നിരന്തരമായി അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി. ആ ഭക്തി നമ്മളിൽ എല്ലാവരിലും ഉണർന്നു വരട്ടെ. അതിനെ ദൈവദർശനം എന്ന പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഗുരു ഉണ്ടാവട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ നിത്യപ്രാർത്ഥനയിൽ ദൈവദർശനം ഉണ്ടാവട്ടെ. അതിന് എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.